നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തനിച്ചല്ല. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടുകാർ ചുറ്റും വേണം. ഞാൻ കാണിച്ചു തരാം. രാധിക മനസ്സറിഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊരാളുടെ താലി അവളുടെ കഴുത്തിൽ വീഴാതെ അവൾ സംരക്ഷിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അവൾക്കെന്നെ മറക്കാൻ പറ്റില്ല. അവൾക്ക് മറ്റൊരാളുടെ ഭാര്യയാവാൻ പറ്റില്ല. അവൾ എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് അവൾ തന്നത്. വരുൺ, ക്ഷേത്രനടയിൽ വെച്ച് ചേച്ചി ചെയ്തത് ആർക്കും പൊറുക്കാനാവാത്ത കാര്യോ? അച്ഛനും അമ്മയും അതെങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വരുൺ ഒരു കാര്യത്തിലും ഇടപെടാൻ പോകരുത്. ഇനി ചേച്ചിയോട് ഒരു വാക്ക് മിണ്ടാൻ പോലും നിൽക്കരുത്. ഞാൻ ആരോട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. അതിന് തന്റെ ഉപദേശം ആവശ്യമില്ല. ക്ഷേത്രത്തിൽ ഇപ്പൊ നടന്നതൊക്കെ ചേച്ചി സ്വയം തീരുമാനിച്ചതാണോ? അതോ ആ തീരുമാനത്തിന് പിന്നിൽ വരുണുണ്ടോ? ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജീവിതം പങ്കുവെക്കേണ്ട കരാറൊന്നും നമുക്കിടയിലില്ല. പിരിയാനുള്ള കരാർ മാത്രമേ ഉള്ളൂ. ഒരു കരാറിന്റെ പേരും പറഞ്ഞ് എന്നെ അത്ര വില കുറഞ്ഞവളായി കാണണ്ട. ഇനി വരുൺ ആറ്റുവാശ്ശേരിയിലേക്ക് പോവില്ല. എന്റെ കുടുംബത്തിലുള്ള ആരെയും കാണില്ല. ചേച്ചിയുമായിട്ട് സംസാരിക്കില്ല. ഇതെന്റെ തീരുമാനമാ. നിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ഞാൻ നിന്റെ വളർത്തുനായൊന്നുമല്ല. പിന്നെ വിവാഹ മണ്ഡപത്തിൽ താലി നിഷേധിച്ച ഒരു പെണ്ണ് ലോകത്തിലെ ഏറ്റവും മോശമാണെന്നൊന്നും നീ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. വിവാഹ മണ്ഡപത്തിൽ താലി കെട്ടിയവൾക്ക് പകരം കയറി നിന്നവളെ എന്ത് വാക്ക് വെച്ചിട്ടാ നീ വിശേഷിപ്പിക്കുക? അതല്ലേ നീ എന്നോട് ചെയ്തത്? വരുൺ, ന്യായീകരിക്കണ്ട. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ ജീവിതം ഇല്ലാതാക്കിയത് ആ ഒരൊറ്റ സംഭവം. അതിന്റെ കാരണക്കാര് നീയാ. മറ്റുള്ളവരെ കുറ്റം പറയാൻ നാവ് ഉയർത്തുന്നതിന് മുമ്പ് സ്വന്തം കുറ്റങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. മനസ്സിലായോ? വരുൺ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കല്പം മനസമാധാനം വേണം. ഒന്നുകിൽ തനിക്ക് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. നമ്മൾ തനിച്ചല്ല. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടുകാർ ചുറ്റും വേണം. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇനിയൊരു താലിക്കഴുത്തിൽ അണിയാൻ പറ്റില്ല. ഞാൻ വിവാഹിതയാണ്. ഇതാ എന്റെ താലി. എന്നെ താലി ചാർത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാ. അച്ഛൻ എന്നെ ശപിക്കാൻ തോന്നുന്നില്ലേ?
അഭിമാനം, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കിയില്ലേ. എന്നെ പോലൊരു വില കുറഞ്ഞ ജന്മത്തിനെ വളർത്തിയതിന്റെ പേരില് നാണക്കേട് തോന്നുന്നില്ല അച്ഛന്. കുഞ്ഞുനാളില് കണ്ടെത്തിയപ്പോ തന്നെ വലിച്ചെറിയാൻ തോന്നിയിരുന്നില്ല അച്ഛന്. ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇവള് ചത്ത് കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചില്ലേ? ദേവനാരായണൻ ഒരു ചെറിയ മനുഷ്യനാ. പക്ഷെ അയാളുടെ മനസ്സിൽ വലിയൊരു ലോകമുണ്ടായിരുന്നു. അത് മുഴുവൻ നീയാ. എന്നെ പ്രിയങ്കമോളേക്കാൾ ആഴത്തിൽ സ്നേഹിച്ചത് ഞാൻ നിന്നെയാ. ആ നിന്നെ വെറുക്കാനും ശപിക്കാനും എനിക്ക് പറ്റുന്നില്ല മോളെ. ദൈവം അതിനുള്ള കരുത്ത് കൂടി എനിക്ക് തരുന്നില്ലല്ലോ. അച്ഛാ, എനിക്കിവിടെ നിന്ന് എങ്ങും പോണ്ട. എനിക്ക് അച്ഛനമ്മയെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഒരു പെണ്ണ് ഭർത്തൃമതിയാകുന്നതും ജീവിക്കുന്നത് മാത്രമാണോ ജീവിതം? അവൾക്ക് തനിച്ചും ജീവിച്ചൂടെ? ഭഗവാനെ സ്നേഹിച്ചൂടെ? ശിഷ്ടകാലം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചൂടെ? അച്ഛൻ എത്ര കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. ഭഗവാൻ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ച് എത്ര എത്ര പെണ്ണുങ്ങളുടെ കഥ. അവര് സ്വപ്നങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചില്ലേ? മോഹങ്ങൾ ഒതുക്കി വെച്ചില്ലേ? അതുപോലെ ഒരു ജീവിതം, അതുപോലെ അച്ഛൻ എനിക്ക്. അച്ഛൻ പറഞ്ഞു തന്ന ജീവിതം അത് വെച്ച് തന്നെ അച്ഛനെ തോൽപ്പിച്ചു അല്ലേ? ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് ഈ ജീവൻ തന്നെ ഉപേക്ഷിക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞു. അച്ഛൻ അവകാശപ്പെട്ടതാ ഈ ജീവൻ. ജനനം മാത്രമല്ല, മരണവും ദൈവത്തിന്റെ കനിവാ. പക്ഷെ ദൈവങ്ങൾ ആ കനിവ് എന്നോട് കാണിച്ചില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ വീണുപോയ നടയിൽ നിന്ന് ജീവനോട് ഞാൻ എഴുന്നേൽക്കില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.